ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൾസർ സുനിയും ജയിൽ മോചിതനായി. ഇനി വിധി വരുമ്പോൾ ജയിലിലേക്ക് പോകണോ അതോ വീട്ടിലേക്ക് പോകണോ എന്നൊരു തീരുമാനമുണ്ടാവും. ജയിലിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഇതുവരെ അനുഭവിച്ച 7.5 വർഷം മൈനസ് ചെയ്യുകയുണ്ടായിരിക്കും. പക്ഷെ ഇപ്പം കേൾക്കുന്ന കഥകൾ രസകരമാണ്. കാരണം എല്ലാവരും പറഞ്ഞാൽ കുറേ പേര് നമ്മളോട് ഇപ്പോൾ എന്താ പൾസർ സുനി ഇറങ്ങിയപ്പോൾ ഒന്നും പറയാനില്ലേ, അയാൾ വന്നിരിക്കുന്നത് വെറുതെ അല്ല, എല്ലാവരും സൂക്ഷിച്ചോ എന്നാണ് പറഞ്ഞത്. എന്ത് സൂക്ഷിക്കാൻ? എത്ര സൂക്ഷിച്ചാലും സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും. ഒരാളെ കൊല്ലാനാണെങ്കിൽ ആ കൊല്ലാൻ പോകുന്നതിൻ്റെ ലക്ഷ്യം കൊലപാതകം തന്നെയായിരിക്കും. അത് അയാൾ ചെയ്തിരിക്കും, അത് നടക്കട്ടെ. അതല്ല പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ചില പേരുകൾ കൂടി പൾസർ സുനി പുറത്ത് വിടാൻ പോകുന്നു. അപ്പോൾ അതെങ്ങനെ പറ്റും? കാരണം പൾസർ സുനിയുടെ വിചാരണ കഴിഞ്ഞു. അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താ, മാധ്യമങ്ങളെ കാണരുത്, കുറേ നിബന്ധനകളുണ്ടല്ലോ. പോലീസ് സ്റ്റേഷനിലൊന്ന് ഒപ്പിടണം, പൾസർ സുനിക്ക് സുരക്ഷിതത്വം കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം എങ്ങനെ അയാൾക്കിനി പറയാൻ പറ്റും? മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരോടും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, പുതിയ വാർത്തകൾ വരുമ്പോൾ പൾസർ സുനിയാണ് പറഞ്ഞതിന് എന്താ തെളിവുള്ളത്? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതൊരു അന്വേഷണം വരില്ലേ എന്നാണ് ഈ സുഹൃത്തുക്കൾ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, കാര്യങ്ങളെല്ലാം അവസാനിക്കാറായി. ഏകദേശം ഒരു 5-6 മാസം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ വിധി പ്രസ്താവിക്കും, ശിക്ഷിക്കേണ്ടവർ ശിക്ഷിക്കും. എന്നാൽ നിങ്ങൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇതുവരെ ഈ കേസിൽ പുതിയ പുതിയ സംഭവ വികാസങ്ങൾ, ടേണിംഗ് പോയിൻറ്റുകൾ ഒക്കെ വന്നാണത്. ഇവിടെ ഇപ്പോഴും ഈ കേസ് വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ്, ഇനി വിധി പ്രസ്താവിച്ചിട്ടായാലും ഈ കേസിൻ്റേതായിട്ടുള്ള പുതിയ കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. ആ കഥാപാത്രങ്ങളെക്കുറിച്ച് ഇദ്ദേഹം പൾസർ സുനി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലരും ഇപ്പോൾ പുറത്തു വിടുന്നില്ല. മുമ്പ് ജയിലിൽ പോകുമ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ജയിൽ പോലും സുരക്ഷിതത്വമില്ല എന്ന് പൾസർ സുനി ഒരിക്കൽ തനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കണം. പിന്നെ പൾസർ സുനി ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അയാൾ കൊല്ലപ്പെടാതിരിക്കുന്നത്. മാറിയ സാഹചര്യത്തിൽ പുതിയവിധ സംഭവ വികാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇയാളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ കേൾക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങളെ സംബന്ധിച്ച് പുതിയ വാർത്തയൊന്നുമല്ല. കേൾക്കുന്ന സംഭവങ്ങൾ, ഈ പ്രതിസ്ഥാനത്ത് ഈ കേസിൽ പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സാക്ഷി സ്ഥാനത്തല്ല, പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്. ഈ വരുന്നവരിൽ ഒരു സ്ത്രീയും പുരുഷനുമുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നിരവധി തവണ ഞങ്ങളെപ്പോലും പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഇവരന്ന് നോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അതല്ല സത്യം, അവരെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ ഈ വിചാരണക്കിടയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 100-105 ദിവസമൊക്കെ വിചാരണ ചെയ്ത് ക്രൂശിക്കപ്പെട്ടപ്പോൾ ചിലതൊക്കെ അവരും കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒഴിവാക്കിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ, അത് തെളിവ് സഹിതം കൊണ്ടുവരാനാണ് ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആര് പറയുന്നതാണ് സത്യം? ഇത് പ്രതിസ്ഥാനത്ത് ഒന്നാമത്തെ പ്രതിയായി നിൽക്കുന്ന, അതായത് ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ആലോചിക്കുക, എങ്ങനെ ഒരു പീഡന കേസ് വെച്ചാൽ ബ്രൂട്ടഡായിട്ട് രീതിയിലുള്ള പീഡനം നടത്തുന്നതിന് കൊട്ടേഷൻ കിട്ടിയ ഒരാളാണ് പൾസർ സുനി എന്ന് ആലോചിക്കണം. ആ പൾസർ സുനിക്ക് പറയാൻ കഥകൾ ഇനി നിരവധി ഉണ്ടെന്ന് ആലോചിക്കണം. വേറൊന്നുകൊണ്ടൊന്നുമല്ല, താൻ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അവിടെയാണ് അറിയാൻ കഴിഞ്ഞത്. താൻ ഒന്നാം പ്രതിസ്ഥാനത്ത് കൊണ്ട് വളരെ വലിയ ശിക്ഷ കിട്ടുകയാണെങ്കിൽ
താൻ മാത്രമായിരിക്കില്ല. കാരണം ചില കേസുകൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ചില പേരുകൾ തെളിവ് സഹിതം പുറത്ത് പറയും എന്നാണ് പൾസർ സുനിയുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നത്. അത് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇവിടെ മുൻപ് പൾസർ സുനിയെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ പെരുമ്പാവൂരിൽ ചെന്നുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയെന്ന് ആലോചിക്കണം. അന്ന് പൾസർ സുനിയായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടല്ല, പൾസർ സുനിയായിട്ട് ഏറ്റവും അടുത്തുള്ള രക്തബന്ധമുള്ള അവരിൽ നിന്നാണ് മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല ഞാൻ പോയെന്ന് ആലോചിക്കണം. അന്ന് അവരെ കണ്ട് സംസാരിച്ചപ്പോൾ ചില സത്യങ്ങൾ വെളിപ്പെട്ടത് ഇന്ന ആൾക്കാരെ, അതായത് പൾസർ സുനി സിനിമാ രംഗത്തെ പലരുടെയും കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അവരുടെ പലരുടെയും രഹസ്യങ്ങൾ പൾസറിന് അറിയാം എന്ന് അന്നേ പറഞ്ഞിരുന്ന ആലോചിക്കണം. പിന്നെ ഈ നടിപീഡന കേസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇത് വേറെ രീതിയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അന്ന് മാറ്റിവെച്ച ചില പേരുകൾ, പറയാതിരുന്ന പേരുകൾ, താൻ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ തനിക്ക് മാത്രമാണ് ഇതിന് ഉത്തരവാദിത്വമെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പൾസർ സുനി തയ്യാറാണ്. പൾസർ സുനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ വിശ്വസ്തരായ ചിലരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, ഇതിൻ്റെ എല്ലാ രേഖകളും എവിടെ എന്നുള്ളത്, ഇതിൻ്റെ ഒറിജിനൽ രേഖകൾ എവിടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ഇയാൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ, അതിന് വേറെ എവിടെയെങ്കിലുമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലായി, ഞങ്ങളിതൊക്കെ മുൻപേ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് നാട് കടത്തിയിരിക്കുന്നു, ഇത് വിദേശത്ത് കൊണ്ടുപോയിരിക്കുന്നു, കേരളത്തിൽ തന്നെ പല ഉന്നതന്മാരും കണ്ട് സന്തോഷിച്ചിരിക്കുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണത്. അന്നൊക്കെ പലരും നിഷേധിച്ചു, ഇതെങ്ങനെ ഉണ്ടാവും, അതിനാരും കണ്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ലല്ലോ. കാരണം ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ നടിയെ എല്ലാ രീതിയിലും അപമാനിക്കുന്ന രീതിയിലായിരുന്നു ആലോചിക്കണം. ആ നടി അപമാനിക്കപ്പെടണം, ആ നടിയുടെ കല്യാണം മുടങ്ങണം, ജീവിതം ഇല്ലാതാകണം എന്ന രീതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്താ, ഈ ദൃശ്യം കണ്ടുകൊണ്ട് രഹസ്യമായി കണ്ടുകൊണ്ട് ആഹ്ലാദിക്കണം, അല്ലെങ്കിൽ ദൃശ്യം വിറ്റുകൊണ്ട് കാശുണ്ടാക്കണം, ഇങ്ങനെയുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അന്ന് വിശ്വസിച്ചിട്ടില്ല എന്നായിരിക്കണം. ഞാനിപ്പോഴും അന്നും പറഞ്ഞിരിക്കുന്നു. കാരണം ഈ കേസിൻ്റെ വഴിത്തിരിവ് ശരിക്കും ഉണ്ടാകാൻ കാരണം നമ്മുടെ ഇടയിലില്ല പി.ടി. തോമസ് MLA ആയിരുന്നു ആലോചിക്കണം. ആ പി.ടി. MLA തോമസിൻ അല്ല വേറൊരാളായിരുന്നെങ്കിൽ ഈ കേസ് ഇങ്ങനെ വരുമായിരുന്നില്ല എന്ന് യാതൊരു സംശയവുമില്ല. പക്ഷേ പി.ടി. തോമസിൻ്റെ പേര് ഇപ്പോഴും ആരും പറയുന്നില്ല, അങ്ങനെ ഒരാളെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നാലോചിക്കണം. പക്ഷെ നമുക്ക് അറിയാത്ത, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത കുറേ കഥകൾ, കുറേ സംഭവങ്ങൾ ഈ നടിപീഡന കേസിലുണ്ടായിരിക്കാം. നമുക്ക് പിന്നെ എപ്പോൾ പറയാൻ പറ്റും? ഇതിൽ ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം നമുക്കറിയാം, ചില വിവാദ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില പുസ്തകങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. അത് പലരും ഇറക്കുന്നതായിരിക്കാം. ഇപ്പം എന്നോട് തന്നെ പലരും പറഞ്ഞു, നിങ്ങൾക്ക് ആ വിധി വരുന്ന ദിവസം തന്നെ പ്രകാശനം ചെയ്യുന്ന രീതിയിൽ ഒരു പുസ്തകം തയ്യാറാക്കിക്കൂടെ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ എഴുതാവുന്നല്ല. നമ്മുടെ മനസ്സിൽ തട്ടിയ, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എഴുതേണ്ടി വന്നാൽ, അത് പുസ്തകമാക്കേണ്ടി വന്നാൽ എല്ലാ തയ്യാറെടുപ്പ് DTP അടക്കം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ കൈവശമല്ല. കാരണം എനിക്കിനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് പുസ്തകമാക്കാൻ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പുസ്തക പ്രസാധക കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തുമ്പോൾ തന്നെ മറുഭാഗത്ത് പൾസർ സുനിയുടെ കാര്യത്തിൽ പൾസർ സുനി തനിക്ക് സംഭവിച്ച ഈ കേസിന് എല്ലാ A to Z ഉള്ള കാര്യങ്ങൾ വിശദമായി തന്നെ വേറെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അത് വെറും സാധാരണക്കാരനല്ല, വലിയ ഒരു മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് അവരെന്ത് ചെയ്യുന്നു, എപ്പോൾ കൊടുക്കുന്നു, അവരെ ബുക്കാക്കുമോ, അതോ അവരെ ചാനലിൽ വരുമോ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നാലോചിക്കണം. ഉദാഹരണമായിട്ട് ബാലചന്ദ്രകുമാർ തന്നെ തനിക്ക് വിശ്വാസമുള്ളൊരു ചാനൽ പ്രവർത്തകനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ, എല്ലാ രഹസ്യങ്ങളും കൊടുത്തപ്പോൾ അവരാദ്യം ചെയ്തത് എന്താ? അവരാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഈ എല്ലാ തെളിവുകളും കൊടുത്തു എന്നുള്ളതാണ്. പിന്നീട് സംഭവിച്ചത് എന്താ? പിന്നീട് സംഭവിച്ചതാണ് എന്താ? വേറെ പല ചാനലുകളും പത്രങ്ങളും മാറി കൊടുത്തേക്കും ആർക്കും ധൈര്യം ഉണ്ടായില്ല. അങ്ങനെയാണ്
എൻ്റെ അറിവ് ശരിയാണ്, ഈ റിപ്പോർട്ട് ചാനലാണ് ഈ ബാലേന്ദ്രകുമാർ പിന്നീട് ഈ സംഭവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്ത് അവരാണ് പുറത്ത് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം അങ്ങനെ അവരും ശേഖരിച്ചിട്ട് പലരും ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, പലരും പല രീതിയിൽ ഈ കേസിൻ്റെ പുസ്തകം ഇറക്കും, പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. നമ്മൾ കാത്തിരിക്കുന്നത് ഇനി പൾസർ സുനി അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് തന്നെയോ പുറത്തു വിടുന്ന കുറേ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളുടെ കഥകൾ കേൾക്കാൻ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്.